പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുറന്നുള്ള സമയം നാം ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കാൻ പോവുകയാണ്. എല്ലാവരും വേദവസ്തു കൊടുത്താട്ടെ. കുഞ്ഞുങ്ങളൊക്കെ വേദവസ്തം തുറന്നേ. നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോവുകയാണ്. ആരെങ്കിലും ഒരാൾ ഉറക്കം വായിക്കണമെന്നില്ല, എല്ലാവരും കൂടെ ചേർന്ന്. കാരണം ഇതെല്ലാവരുടെ ഉള്ളിലേക്ക് എത്തണം. ഒരാൾ വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും വേദവസ്തു എടുക്കുക. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 35 വരെയുള്ള ഒരല്പം നീണ്ട പാരഗ്രാഫാണെങ്കിലും നമുക്കതൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെ. കുഞ്ഞുങ്ങളൊക്കെ എടുത്തോ? നിങ്ങളിവിടെ എടുത്തിട്ടേ വായിക്കുന്നുള്ളൂ. എടുത്തു. നിങ്ങളും വായിക്കണം, എല്ലാവരും വായിക്കുക. മത്തായി സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടമെന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ടിരിക്കുന്ന ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കിച്ചു. ഈ സംഭവിച്ചതൊക്കെയും അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ഈ പാരഗ്രാഫിൽ ചില ചിന്തകളാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് വായിച്ചപ്പോൾ എന്തോ മനസ്സിലായി? യേശു കർത്താവ് പറഞ്ഞൊരു ഉപമ കഥ അല്ല. യേശു പറഞ്ഞ ഓരോ ഉപമയിലും സംഭവങ്ങളിലും അതെന്തുമാകട്ടെ വലിയ ആത്മീയ മർമ്മങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിൻ്റെ ലാസ്റ്റ് വേഴ്സ് ഒരാളൊന്ന് വായിച്ചോളൂ. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. യേശു കർത്താവ് ആ സംഭവത്തിലൂടെ പറയുന്ന ആശയം നമ്മൾ മനസ്സിലാക്കണം. യേശു എൻ്റെ പാപം ക്ഷമിച്ചു. ഓരോ ദിവസവും ചെയ്യുന്ന പാപങ്ങളും യേശു ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഏറ്റുപറയുമ്പോൾ. എന്നാൽ എൻ്റെ സഹോദരനോട്, സഹോദരിയോട്, ഭർത്താവിനോട്, ഭാര്യയോട്, കുഞ്ഞുങ്ങളോട്, മാതാപിതാക്കളോട് എന്തെങ്കിലും എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്കത് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കർത്താവ് എന്തോ ചെയ്യുമെന്നാണ് പറഞ്ഞത്? കർത്താവ് ക്ഷമിക്കത്തില്ല. നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് എന്തിനാ? ക്ഷമിക്കാം. കർത്താവേ, എന്നോട് പ്രാർത്ഥിച്ചിട്ടില്ലേ? അങ്ങനൊരു വാക്ക് പ്രാർത്ഥിക്കാത്തവരാരും കാണത്തില്ലല്ലോ. പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പം, തെറ്റുപറ്റുമ്പം, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു നമുക്കൊരു സംതൃപ്തി. ദൈവം ക്ഷമിച്ചു. പക്ഷെങ്കിൽ എൻ്റെ സഹോദരനോടോ മറ്റൊരാളോട് എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ദൈവം ക്ഷമിച്ചു, അതിനുശേഷം ഞാൻ മറ്റൊരാളോട് ക്ഷമിക്കാതിരുന്നാൽ ദൈവം എനിക്ക് തന്ന ക്ഷമ ക്യാൻസലാവുക. അതിൻ്റെ 1-2 ഭാഗങ്ങളിലോട്ട് പറഞ്ഞ് ഞാൻ ആ വിഷയത്തിലേക്കൊന്ന് കയറാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം, പ്രാരംഭവാക്യം ഒന്ന് വായിച്ചു. പത്രോസ് യേശുവിൻ്റെ അടുക്ക് വന്നേച്ച് തൻ്റെ ആത്മീയതയുടെ തീഷ്ണത അല്ലെങ്കിൽ ആത്മീയതയുടെ കൂടുതൽ വെളിപ്പെടുത്തുകയാണ്. യേശുവേ, താനൊരു ഭക്തനാണെന്ന് തെളിയിക്കാനായിട്ട് പറയുകയാണ്. സഹോദരൻ എന്നോട് പഴച്ചാൽ എത്ര വട്ടം? അടുത്ത വാചകത്തിൽ പറയുന്നത് എന്തുവാ? അല്ലല്ല, പത്രോസിൻ്റെ തന്നെ വാക്ക് 7 വട്ടം. അത് തന്നെ കൂടുതലാണ്. അപ്പം പത്രോസ് പറഞ്ഞ ഇതാണ്, യേശുവേ, ഞാൻ 7 വട്ടം വരെ ക്ഷമിച്ചെന്നാണ് താൻ പറയുന്നതിൻ്റെ ആശയം. 7 വട്ടം മതിയോ എന്ന് പറഞ്ഞാൽ യേശു പറയും, വെൽ ഡൺ മോനെ, കൊള്ളാം, നിന്നെക്കൊണ്ട് അത്രയും പറ്റിയല്ലോ
ഇതാ പത്രോസ് പ്രതീക്ഷിച്ചത്. പക്ഷേ യേശുവിൻ്റെ മറുപടി എന്തുവാ? 7 വട്ടമല്ല, 7. അതിൻ്റെ അർത്ഥം എന്നാ? ഒത്തിരി കാൽക്കുലേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലൊരു പുസ്തകത്തിൽ വായിച്ചപ്പം എനിക്കൊരല്പം കൂടെ വ്യക്തമായൊരു ബോധ്യം, ഒരു താല്പര്യമായി തോന്നിയൊരു വിശദീകരണം ഞാൻ തരാം. നമ്മൾ പലപ്പോഴും പറയും 7:70 എന്ന് പറഞ്ഞാൽ എത്ര അറിയത്തില്ല, കണക്കൂടാൻ അറിയത്തില്ലേ? എത്ര മക്കളെ മാസമൊക്കെ പഠിച്ചതല്ലേ? 1500? 7 × 7 എത്ര? അതിൻ്റെ കൂടെ ഒരു സൂറയോട് ഇട്ടാൽ 490, 490. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, യേശു കർത്താവ് അങ്ങനൊരു വാക്ക് പറഞ്ഞാൽ നമ്മൾ ക്ഷമിച്ച് 490 പ്രാവശ്യം ക്ഷമിച്ചു. 491 പ്രാവശ്യം നിങ്ങൾ കൂടെ ഉണ്ടോ? ചില വിഷയത്തെ നമ്മൾ പറയത്തില്ലേ ക്ഷമിച്ചു. ഇനി നമ്മളാരും എഴുതിയിടാറില്ല, എണ്ണാറില്ല. ഇനിയും 490 ക്ഷമ ഞാനും കൊടുത്തെന്ന് വെച്ചോ. അപ്പം 491 വന്നാലോ? എനിക്ക് ക്ഷമിക്കണ്ട. യേശു ആ മണ്ടത്തരം പറയുമോ? ഞാൻ ആ കമൻട്രി വായിച്ചതിന് എനിക്ക് മനസ്സിലാക്കിയതാണ്. നിങ്ങൾ മാസ് പഠിച്ച പിള്ളേർക്കൊക്കെ അറിയാമല്ലോ, 7:70 എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. 7 ഇൻറ്റു അല്ല അവിടെ ചോദിച്ചേക്കുന്നത്, 7 × 70 അല്ല, 7:70 എന്ന് പറഞ്ഞാൽ 7 × 7 49, 1 ഇനി 49 × 7 ആൻസർ ചെയ്യാമെങ്കിൽ ചെയ്തോ? 2. ആ ആൻസർ × 7 3. ഇങ്ങനെ 70 വട്ടം ഒന്ന് ചെയ്തു നോക്കാം. ആൻസർ കിട്ടത്തില്ല. ഞാനൊന്ന് മെനക്കെട്ട് നോക്കിയതാ. ഒരു 10 ഡിജിറ്റ് വരെയൊക്കെ എനിക്ക് കിട്ടി, അതിനപ്പുറത്തേക്ക് കയറത്തില്ല. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞ ക്ഷമയുടെ അതിരെന്തുവാ? അതിരില്ലാത്ത ക്ഷമയെന്നാ. മനസ്സിലാവുന്നുണ്ടല്ലോ? 490 പിടിച്ചു നിന്നേച്ച് 491 എനിക്കെന്തുമാകാമെന്നല്ല കർത്താവ് പറഞ്ഞത്. നീ 7 വട്ടമല്ല, 7 എൻഡ്ലെസ്, അവസാനമില്ലാത്തതുപോലെ നീ ക്ഷമിക്കാൻ തയ്യാറാകണം. ഇതാ യേശു ക്ഷമയെക്കുറിച്ച് പറഞ്ഞത്. ആത്മീയ വിഷയത്തിലേക്ക് കയറും മുമ്പ് നമുക്കറിയാമല്ലോ, മനഃശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഈ കാലഘട്ടത്തിൽ നടത്തിയൊരു പഠനത്തിൻ്റെ ഒരു ചെറിയ റിപ്പോർട്ട് ദൈവമക്കളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ ആ വിഷയത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുകയാണ്. ഈ മനഃശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം, പല രോഗത്തിൻ്റെയും കാരണം ക്ഷമിക്കാൻ കഴിയാത്തതാണ്. അതെനിക്ക് കണ്ടെത്തലാണ് ഞാനീ പറയുന്നത്. ചില ഹോസ്പിറ്റലൊക്കെ ചെന്നാൽ നമ്മൾ പറയത്തില്ലേ, പല ഹോസ്പിറ്റലിൽ പോയി മാറി മാറി ഡോക്ടർമാരെ കണ്ടു, എല്ലാവരും നോക്കിയിട്ടും ഒരസുഖവും ഇല്ല. അപ്പം ഡോക്ടേഴ്സിൻ്റെ കുഴപ്പമൊന്നുമല്ല, അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, അസുഖമില്ല. ആ സമയത്ത് നടത്തിയ പഠനങ്ങളുടെ ഒരു റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിൻ്റെ ചില വികാരങ്ങൾ നമ്മുടെ ചില രോഗത്തിന് തടസ്സമാണ്. ഞാൻ 1-2 കാര്യങ്ങൾ വേഗത്തിലൊന്ന് ഓർപ്പിക്കാം. ഈ മാനസികമായി ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ എനിക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു വ്യക്തി എന്നെ ദ്രോഹിച്ചു, എന്നോട് എന്തെങ്കിലും പറഞ്ഞു, അത് കുടുംബത്തിലാകട്ടെ, അയൽവക്കത്താകട്ടെ, സഹോദരവർഗ്ഗങ്ങളാകട്ടെ, എവിടെയും ആകട്ടെ, നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എടുത്തു വെച്ചിട്ട് മാനസികമായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ച വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്ന വികാരങ്ങൾ മാനസികമായി: 1, ദേഷ്യം തോന്നാം; 2, അവരോട് വിരോധം തോന്നാം; 3, ഉള്ളിൽ പകയുണ്ടാകാം. ആരോടാ? എന്നെ ഉപദ്രവിച്ച വ്യക്തിയോട്. അടുത്തത്, ഇതിൻ്റെ ഫലമായി ഈ വിദ്വേഷം, ദേഷ്യം, കോപം, പക ഒക്കെ എൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ സ്ട്രെസ്സ് വർദ്ധിക്കും, മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ആ വ്യക്തിയാണ് നിൽക്കുന്നത്. ആ വ്യക്തി എൻ്റെ മനസ്സിൽ നിൽക്കുന്നിടത്തോളം ഞാൻ ആകെ അങ്ങ് സമ്മർദ്ദത്തിലാണ്. ഈ സമ്മർദ്ദം ദീർഘകാലം പോകുമ്പോൾ ആ വ്യക്തി ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, വിഷാദരോഗം വരാം. ഇനി വേറെ ആരെയും നിങ്ങൾ നോക്കണ്ട, നിങ്ങളിലേക്കൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും വിഷാദം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അങ്ങ് ഭയങ്കര പ്രഷർ, അങ്ങ് സ്ട്രെസ്സ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഞാൻ ആരോടോ ക്ഷമിക്കാത്തതിൻ്റെ റിസൾട്ടായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഇവിടുത്തെ ശ്രദ്ധിക്കണം. ഇത് ഉപവാസ പ്രാർത്ഥന പ്രസംഗമാണോ എന്നൊക്കെ ചോദിക്കാം. ഞാൻ പറഞ്ഞോട്ടെ, ദൈവം എന്നോട് പറഞ്ഞു, ഇതാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കേണ്ടത്.
ഒരു ഉപരിവിപ്ലവമായി ഒന്നും നടന്നില്ലെങ്കിലും അകത്ത് ഒരു മാറ്റം വന്ന ദൈവമക്കളെ ഈ പ്രാർത്ഥന നമ്മൾ വിജയിച്ചു. കച്ചിത്തുറുവിനെ തീ പിടിക്കുന്നത് കാണാൻ രസമുണ്ട്, ശൂന്ന് കത്തി അങ്ങോട്ട് പടരും. എന്നാൽ ഒരു മരമുട്ടിക്ക് തീ പിടിച്ചാലോ, നിന്ന് കത്തും. വേണമെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞി തിളപ്പിക്കാം. ഇന്ന് പകൽ അത് സംഭവിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു നിന്ന് കത്തുന്ന ഒരു ഉണർവ് നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ, യെസ് ഹല്ലേലൂയ, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. ഇതിൻ്റെ അപകടം കൂടെ ഞാനൊന്ന് പറയാം. സമ്മർദ്ദം കൂടിയാൽ പൊട്ടിത്തെറിക്കാം. ക്ഷമിക്കാതിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സമ്മർദ്ദം വർദ്ധിക്കും. ഈ സമ്മർദ്ദം വർദ്ധിച്ചാൽ നമ്മൾ പറയത്തില്ല, ചില ആൾക്കാരോട് പറയത്തില്ലേ, ഒന്ന് പറഞ്ഞ് അടുത്തതിന് പൊട്ടിത്തെറിച്ചു. ഇതിൻ്റെ റൂട്ട് കോസ് എവിടെയോ ക്ഷമിക്കാത്ത എന്തോ കുഴപ്പമുണ്ട്. കുറ്റപ്പെടുത്തലായിട്ട് ആരും ധരിക്കരുത്. ഇതെന്നോട് ദൈവം സംസാരിക്കുന്ന ദൂതായിട്ട് അങ്ങ് ഏറ്റെടുത്തോണം. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. ചിലർ പറയത്തില്ലേ, എന്തോ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഒന്നും മിണ്ടാതിരിക്കണം എന്നൊക്കെയുണ്ട്, പക്ഷെ അറിയത്തില്ല ഞാൻ എന്തോ ചെയ്യുക, പൊട്ടിത്തെറിക്കുക. കാരണം ക്ഷമിക്കാഞ്ഞതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ സമ്മർദ്ദം വർദ്ധിച്ച് ഈ സമ്മർദ്ദം നിങ്ങളെ പൊട്ടിത്തെറിപ്പിക്കുന്നു. അടുത്ത് കോപവും വിഷമവും വർദ്ധിക്കും. പെട്ടെന്ന് കയറി കോപിക്കുന്നു, പെട്ടെന്ന് സങ്കടപ്പെടുന്നു. അതിൻ്റെ അടുത്ത ഫലം, ഒരാളോട് കയറി അങ്ങ് കോപിച്ചു, പിന്നെ വെറുതെ ഇരുന്നങ്ങ് കരയുന്നു, താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നു. അല്പം കഴിയുമ്പോൾ ചോദിച്ചാൽ സമാധാനമുണ്ടോ? പോയതെന്തോ? സമാധാനം നഷ്ടപ്പെട്ടു. ഇതിൻ്റെ എല്ലാം മൂലകാരണം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തോ മക്കളെ, ക്ഷമിക്കാൻ കഴിയാഞ്ഞതാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കൂട്ടുകാരുണ്ടോ? വഴക്കുണ്ടാക്കി മനസ്സിൽ കിടപ്പുണ്ടോ ആരെങ്കിലും? അതെല്ലാം ഫ്രണ്ട്സാണ്. ഓക്കെ, നല്ലത്. ഇനിയും ഇതിൻ്റെ ഗുണം കൂടെ ഞാനെന്ന് പറയാം. ക്ഷമിച്ചാലുള്ള ഗുണം കൂടെ പറഞ്ഞാൽ ഭാഗം വിട്ട് മുന്നോട്ട് പോകാം. ക്ഷമിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ ക്ഷമിച്ചാൽ എനിക്കുണ്ടാകുന്ന ഗുണം, എൻ്റെ സമാധാനം വർദ്ധിക്കും. ആ വ്യക്തി എൻ്റെ ഉള്ളിൽ അങ്ങ് പോയി. നമുക്കറിയാമല്ലോ, ഈ യാക്കോബിൻ്റെ 13 മക്കളിൽ 12 ആൺമക്കളിൽ ഈ 11 പേരും ആരോട് ദേഷ്യം? അവർക്ക് 11നും യോസെഫിനോട്. ഇവർ പോകുന്നിടത്തെല്ലാം ഇപ്പം മനസ്സിലാരായിരിക്കുന്നത്? എന്താ കാരണം? എന്നാ? അവന് നല്ലൊരു ഉടുപ്പ് കിട്ടി. അപ്പൻ അവനെ സ്നേഹിച്ചു. അപ്പം സ്നേഹിച്ചപ്പം സഹോദരന്മാർക്ക് അവനോട് വിരോധം. ഇവനെ പിടിച്ച് കുഴിയിലിട്ട് ചരിത്രമൊക്കെ അറിയാം. ഈ ജോസഫിനോട് ചോദിച്ചു, ജോസഫേ, നിൻ്റെ മനസ്സിലിപ്പോൾ ആരുണ്ട്? ജോസഫിൻ്റെ ഓട്ടമൊക്കെ നമുക്കറിയാമല്ലോ. മനസ്സിൽ വയ്ക്കാനാണ് എത്ര പേരെ വയ്ക്കാം. പക്ഷെങ്കിൽ ജോസഫ് എങ്ങനെ ഓടി ആ സീറ്റിൽ അല്ലെങ്കിൽ ആ സിംഹാസനത്തിൽ എത്തിയത്? മനസ്സിൽ ഭാരമില്ല. പൊട്ടക്കുഴിയിലിട്ടവനോട് ക്ഷമിച്ചു. യെസ് ഹല്ലേലൂയ. മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റവരോട് ക്ഷമിച്ചു. പൊത്തിഫേറിൻ്റെ വീട്ടുകാരോട് ക്ഷമിച്ചു. കാരാഗ്രഹത്തിൽ വെച്ച് ദൂത് പറഞ്ഞ് വെളിപ്പാട് കൊടുത്ത് ജോലിയിൽ മടക്കി കയറ്റിയവൻ രക്ഷിക്കാമെന്ന് പറഞ്ഞവനോട് ക്ഷമിച്ചു. ഈ ക്ഷമയെല്ലാം കൊടുത്തത് കൊണ്ട് തൻ്റെ മനസ്സ് ഫ്രീ ആയിരുന്നു. ലഗേജ് ഇല്ലാതെ, ഭാരമില്ലാതെ ജോസഫ് ഓടിയത് കൊണ്ടാണ് ജോസഫ് അവിടെ എത്തിച്ചേർന്ന്. അങ്ങനെയൊക്കെ ദൈവമക്കളെ ഞാൻ വേണ്ടി പറഞ്ഞോട്ടെ, മനസ്സിൽ നിന്ന് ചില ക്ഷമിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ എടുത്തു മാറ്റാമെങ്കിൽ കിട്ടുന്നത് സമാധാനം വർദ്ധിക്കും. 2, എൻ്റെ സമ്മർദ്ദം കുറയും, പ്രഷർ കുറയും, പ്രശ്നങ്ങളില്ല, എനിക്ക് സ്വസ്ഥമായി ചിന്തിക്കാൻ കഴിയും. അടുത്തത്, എൻ്റെ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, മനഃശാസ്ത്രപരമായി പറയുന്ന 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചത്. ഇതിൻ്റെ പ്രയാസങ്ങൾ, ക്ഷമിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതിൻ്റെ അപകടം, ക്ഷമിച്ചാൽ ഉണ്ടാകുന്ന ഗുണം. അടുത്തത് ശാരീരികമായി. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാൻ പോവുകയാണ്. എങ്കിലും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് 3 വിധ ഘടകങ്ങൾ കൊണ്ടാണല്ലോ. ദേഹം, ദേഹി, നമ്മുടെ ശരീരം. ആദ്യം ഞാൻ മനസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മനസ്സിനെ ബാധിക്കാം. ക്ഷമ മനസ്സിനെ എങ്ങനെ ബാധിക്കാം? രണ്ടാമത്, ശരീരത്തെ എങ്ങനെ ബാധിക്കാം? അതായത് ഈ മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ BP വർദ്ധിക്കും. ചിലരുടെ രോഗം നിമിത്തമുണ്ടാകാം, ചില ശാരീരിക ക്ലേശങ്ങളാകാം. എന്നാൽ വിശേഷാൽ ഓർത്തോണം, നിങ്ങൾ ക്ഷമിക്കാൻ കഴിയാതിരുന്നാൽ BP ഹൈ ആവും. 2, ഹാർട്ട് പ്രോബ്ലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, പമ്പിങ് കൂടുമ്പം, ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഹാർട്ടിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. 3, ഇമ്മ്യൂണിറ്റി പവർ കുറയും, പ്രതിരോധ ശക്തി ഇല്ലാതാകും. ഇതൊക്കെ പറയുമ്പോൾ ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർത്തണം.
ഞാൻ ആരെയും പോയിന്റ് ചെയ്തുകൊണ്ടല്ല, ആരെയും കണ്ടുകൊണ്ടല്ല പറയുന്നത്. ദൈവാത്മാവ് തന്നൊരു ദൂത് ദൈവസന്നിധിയിൽ കഴിഞ്ഞ രാത്രിയിൽ അല്പം കുറേ സമയം കഴിഞ്ഞ് ഞാൻ കിടന്നത്, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചൊരു ദൂതാണ് പറയുന്നത്. നമ്മുടെ ആ പ്രതിരോധ ശക്തി കുറയും ശരീരത്തിന്, ഞാനീ പറയുന്നത്. ഇനിയും ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം, ശാരീരികമായി ഉണ്ടാകുന്ന അപകടം, ദീർഘകാല ദേഷ്യം അല്ലെങ്കിൽ വിദ്വേഷം ഞാൻ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ല. കാലങ്ങളായിട്ട് ആ വ്യക്തിയോടുള്ള ദ്വേഷം കാണുമ്പോൾ, ഓർക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കയറി വരുന്ന ദേഷ്യം സംഭവം കൊണ്ട് എനിക്കുണ്ടാകുന്ന എൻ്റെ BP ഹൈ ആയിക്കൊണ്ടേയിരിക്കും. ഇത് ശാരീരികം. ഞാൻ പറഞ്ഞാൽ ഇത് വെറുതെ പറയുന്നതല്ല, വൈദ്യശാസ്ത്രം കണ്ടെത്തിയൊരു കണ്ടെത്തലാണ് ഞാൻ പറയുന്നത്. അവരുടെ BP എപ്പോഴും ഹൈ ആയിരിക്കും. രണ്ടാമത്തെ അപകടം, സ്ഥിരമായിട്ട് എന്തെങ്കിലും രോഗത്തിന് അടിമയായിരിക്കും. ഒരു രോഗം കഴിഞ്ഞു, അടുത്ത രോഗം. ഒരു ഡോക്ടറെ കണ്ടു, അതിന് ഭേദം വന്നു, വീണ്ടും അടുത്ത പ്രശ്നം. സ്ഥിരമായി രോഗത്തിന് അടിമ. 3, ഉറക്കക്കുറവ്, തലവേദന, ക്ഷീണം. ഇതെല്ലാം എന്തിനു പറ്റുന്ന? ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ആ റിയാക്ഷനാണ്, അതിൻ്റെ ആ പ്രവർത്തനമാണ്. ഇനിയും ഇതിൻ്റെ ഗുണം കൂടെ പറയാം, ക്ഷമിച്ചാലുള്ള ഗുണം കൂടെ പറയാം. ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചമാകും, ഉറക്കം നന്നായിട്ട് കിട്ടും, ഇമ്മ്യൂണിറ്റി പവർ കൂടും, പ്രതിരോധ ശക്തി കൂടും. ചെറുപ്പത്തിൽ ഒരു മഴ നനഞ്ഞാൽ മതി, അന്നേരം പനിച്ചു. നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലഹീനത മാത്രമല്ലിത്, നിങ്ങളുടെ ശരീരം ബലഹീനമായത് എപ്പോഴാണ്? മനസ്സിലാകുന്നില്ല, അതോ പ്രതികരിക്കുന്നില്ലെന്ന് വെച്ചോ? ശരീരം ബലഹീനമായത് പ്രായം കൊണ്ടൊന്നുമല്ല. എൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞത് ഞാൻ ക്ഷമിക്കാതിരുന്നപ്പോൾ അതെൻ്റെ മനസ്സിലൂടെ എൻ്റെ ശരീരത്തെ ബാധിച്ചു. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർത്തോണം, ഞാൻ ക്ഷമിക്കുമ്പോൾ എൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂടും, പ്രതിരോധ ശക്തി കൂടും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും ഞാൻ ക്ഷമിച്ചാൽ ഗുണമേ ഉള്ളൂ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഈ പറയപ്പെട്ട രോഗങ്ങളോ ഭാരങ്ങളോ മാനസിക ശാരീരിക വ്യതകളോ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ മനഃപൂർവ്വമായി ക്ഷമിക്കാൻ തയ്യാറായാൽ, ഞാൻ വ്യക്തിപരമായി ഈ വചനത്തിൻ്റെ നമ്മൾ വായിച്ച വചനത്തിലേക്ക് കയറി വന്നോട്ട് പറഞ്ഞോട്ട് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഇത് തിരിച്ചറിയാൻ കഴിയും. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഏറ്റവും വലുത് ആത്മീയമാണല്ലോ. നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഇവിടം കൊണ്ട് അവസാനിച്ചു. എൻ്റെ ആത്മാവിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാനൊരു വാക്ക് പറഞ്ഞിട്ട്, യേശു കർത്താവിൻ്റെ സ്വഭാവത്തിലൊന്നാണെന്ത്? ക്ഷമ. ക്രൂശിൽ വെച്ച് യേശു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, ക്രൂശിലെ മൊഴികളിൽ ഒന്ന് വായിച്ചരാ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം എടുത്തേ, 23-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം വായിച്ചോളൂ. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക കൊണ്ട് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചത് ശിഷ്യന്മാർക്ക് വേണ്ടിയല്ല. ചരിത്രമൊക്കെ അറിയാമല്ലോ. യേശു പ്രാർത്ഥിച്ചത് ആർക്ക് വേണ്ടിയാ? ഉപദ്രവിച്ചവർക്ക് വേണ്ടിയാ, ക്രൂശിച്ചവർക്ക് വേണ്ടിയാ, അപവാദം പറഞ്ഞവർക്ക് വേണ്ടിയാ, മുഖത്ത് തുപ്പിയവർക്ക് വേണ്ടിയാ, ആ ഭരണാധികാരികൾക്ക് വേണ്ടി പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ അവർക്ക്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ. യേശു ക്ഷമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്ഷമയാചന കൊണ്ട് ക്ഷമയുടെ യാചന നടത്തി, പ്രാർത്ഥന നടത്തി, തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു കർത്താവ് തയ്യാറായപ്പോൾ അതിൻ്റെ 1-2 വാക്യം കൂടെ വേഗത്തിലൊന്ന് വായിക്കാമോ? 42-ാം വാക്യം ഒന്ന് വായിക്കാമോ? മതി. നമുക്കറിയാമല്ലോ, ക്രൂശിൽ യേശുവിനോടൊപ്പം ഇടത്തും വലത്തുമായി തൂക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുത്തൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ വാചകമാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. 47-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. മതി. ഇത് കണ്ടിട്ട് ശതാധിപൻ, ആ 100 പേരുടെ അധിപതിയായ പട്ടാളക്കാരൻ പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവമായി. ഈ 2 പേര് മാനസാന്തരപ്പെട്ടത് എപ്പോഴാ? നമ്മുടെ പോയിന്റിലേക്കൊന്ന് വന്നാട്ടെ. യേശു ക്ഷമിച്ചപ്പോഴാ. ഉപദ്രവിച്ചവർക്ക് വേണ്ടി അറിയാതെ ചെയ്തത് കൊണ്ട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന് മനസ്സിലായി, ഈ യേശു സാധാരണക്കാരനല്ല. ദൈവമക്കൾ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ ക്ഷമിക്കാമെങ്കിൽ ചിലർ മാനസാന്തരപ്പെടും.
യെസ്, ഹല്ലേലൂയ. ആ ക്രൂശിലെ കള്ളൻ്റെ മാനസാന്തരം യേശുവിൻ്റെ ക്ഷമായാചന കേട്ടുകൊണ്ടാണെങ്കിൽ, ആ ശതാധിപൻ്റെ മാനസാന്തരം യേശുവിൻ്റെ ക്ഷമായാചന കേട്ടുകൊണ്ടാണെങ്കിൽ, ഇന്ന് പകൽ ദൈവമക്കളെ വിളിച്ചു പറ, കർത്താവേ, ഞാൻ വാശി പിടിച്ചിരിക്കുന്നത് കൊണ്ട് ചിലർ രക്ഷപ്പെടത്തില്ല. ഞാൻ ക്ഷമിച്ചാൽ ഒരാത്മാവിനെ കൂടെ എനിക്ക് നിത്യതയിൽ എത്തിക്കാൻ കഴിയും. അതാരുമാകട്ടെ. യെസ്, ഹല്ലേലൂയ. കർത്താവേ, എനിക്കതിനുള്ള കൃപ തരണമേ, എനിക്കതിനുള്ള മനസ്സ് തരണം. കർത്താവേ, ക്ഷമിക്കാനുള്ള ഒരാത്മാവിനെ എനിക്ക് തരണമേ, ക്ഷമയുടെ ആത്മാവിനെ എനിക്ക് തരണമേ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാണത്തിൽ ഉറപ്പിച്ചല്ലോ, ജോസഫിൽ വ്യാപരിച്ച ആത്മാവ് ക്ഷമയുടെ ആത്മാവാണ്. സഹോദരന്മാരോട് ക്ഷമിച്ചു, അതുകൊണ്ട് താൻ ഉയരത്തിലെത്തി. ഇയ്യോബിൽ വ്യാപരിച്ച ആത്മാവ് ഏതാ? ക്ഷമയുടെ ആത്മാവാണ്. 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കണമെന്നില്ല. അവിടെ പറയുമ്പോൾ ഇവരെക്കുറിച്ച് ഇയ്യോബ് ഒരു ഭാഗത്ത് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളൊക്കെയും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ, സ്നേഹിതരാ. പക്ഷേ ഇവരിപ്പോൾ എന്തോ ചെയ്യുക? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഉള്ളിലിപ്പോൾ ആ പകയില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? കുടുംബത്തെ ആയിരിക്കും ആദ്യം. നല്ലത്, തെറ്റൊന്നുമില്ല. പിന്നെ നമുക്കോരോ ഒത്തിരി സർക്കിളുകളുണ്ടല്ലോ. ഏറ്റവും ക്ലോസ് സർക്കിൾ, ഔട്ടർ സർക്കിൾ, പിന്നെ ഇങ്ങനെ നീണ്ടു പോകും. സമയമുണ്ടോ എല്ലാവർക്കും വേണ്ടി? സമയമില്ലെങ്കിൽ നമ്മൾ ആരെയൊക്കെ എടുക്കും? എല്ലാവരും അങ്ങനെയുള്ളവരെല്ലാം തോന്നില്ല. നമുക്കൊരു ഉണ്ടല്ലോ, ഓരോ സർക്കിളൊക്കെ ഉണ്ട് എല്ലാവർക്കും. എന്നാൽ ആ കൂട്ടത്തിൽ തലേ ദിവസം എന്നെ ഉപദ്രവിച്ച ഒരാൾ, വാക്കുകൊണ്ട് അധിക്ഷേപിച്ചൊരു വ്യക്തി, പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി അറിയാതെ മനസ്സിലോട്ട് കയറി വന്നാൽ എന്തോ ചെയ്യും? ഒരു വാക്ക് പറയുന്നു, നിങ്ങൾ പിണങ്ങരുത്. യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ഭത്സിക്കുന്നു. എന്തിനാ? ആ വ്യക്തി എൻ്റെ മുമ്പിൽ നിന്ന് അങ്ങ് മാറിപ്പാൻ നമ്മൾ ശാസിച്ചു വിടും. ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലോ? അവർ രക്ഷപ്പെടുമോ ഇല്ലയോ, അത് രണ്ടാമത്തെ കാര്യം. നമ്മുടെ അവസ്ഥ മാറും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ പറഞ്ഞല്ലോ, അകത്തൊരു കത്തലുണ്ടായാൽ അത് മതി, അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പുറമേ നിങ്ങൾ ബഹളം ഒന്നും വയ്ക്കണ്ട. നമ്മൾ പലപ്പോഴും ഇതിനെ ഒഴിവാക്കും. കർത്താവേ, എൻ്റെ ഓർമ്മയിൽ നിന്ന് പോലും ആ വിഷയം ഒന്ന് കളയണമേ. ആ വ്യക്തിയെ കർത്താവേ എൻ്റെ മുമ്പിലോട്ട് വരുത്തരുത് കർത്താവേ, ആ സംഭവത്തെ എൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവരരുത് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അകറ്റി വിടുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ പകയുടെ ആത്മാവിരിപ്പുണ്ട്. ആ പകയുടെ ആത്മാവ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് എന്നെ സഹായിക്കാൻ കഴിയത്തില്ല. ഇയ്യോബ് 42 വായിക്കേണ്ട നമുക്കറിയാവുന്ന വചനമായതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് ആ വാക്കൊന്ന് പരാവർത്തനം ചെയ്ത് ഞാൻ പറഞ്ഞോട്ടെ. ഇയ്യോബ് തന്നെ വ്യസനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, യെസ്, ഹല്ലേലൂയ, വ്യസനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അത് കുടുംബത്തിനകത്താകട്ടെ. ഞാൻ വീണ്ടും ആ വാക്കുകൾ ആവർത്തിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്. നിങ്ങളുടെ സഹോദരവർഗ്ഗങ്ങളാകട്ടെ, അയൽവാസികളാകട്ടെ, ആരുമാകട്ടെ, നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ വ്യസനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകാമെങ്കിൽ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും. അതിൻ്റെ അർത്ഥം ഞാൻ ക്ഷമിച്ചു, എൻ്റെ ഉള്ളിൽ ആ വ്യക്തിയില്ല. പകയുടെ ആത്മാവ് എന്നിൽ നിന്ന് മാറിപ്പോയി, എന്നിലിപ്പോൾ വ്യാപരിക്കുന്നത് ക്ഷമയുടെ ആത്മാവാണ്. അബ്രഹാമിനെ ഒന്ന് നോക്കിയേ. സോദോം നമുക്കറിയാമല്ലോ, 5 രാജ്യങ്ങളെ 4 രാജ്യങ്ങൾ പിടിച്ചുകൊണ്ട് പോയപ്പം പുറകെ പോയി പിടിച്ചുകൊണ്ട് വന്നു. നശിപ്പിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പം മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടിയാ? സഹോദരപുത്രൻ എന്ന് പറയണ്ട, അവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ പറഞ്ഞാട്ടെ, കളിപ്പിച്ചേച്ച് പോയവന്. അതല്ലേ വാസ്തവം? സഹോദരപുത്രനാ, പക്ഷെങ്കിൽ അവൻ എന്തോ ചെയ്തു? കളിപ്പിച്ചേച്ച് പോയി. അവന് വേണ്ടി എന്തോ ചെയ്തു? പ്രാർത്ഥിച്ചു. കാരണം നമ്മുടെയൊക്കെ ചിന്ത എന്തുവാ? എന്നെ കളിപ്പിച്ചു, അവന് അബദ്ധം പറ്റണം. അല്ല, അബ്രഹാം പ്രാർത്ഥിച്ചത്, കർത്താവേ, അവൻ എന്നെ കളിപ്പിച്ചെങ്കിലും അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കാരണം തൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ക്ഷമയുടെ ആത്മാവാണ്, പകയുടെ ആത്മാവല്ല. ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ഈ പകയുടെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്നെ കളിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയത്തില്ല.
പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരുന്നുകൊണ്ട് പറ, കർത്താവേ, ആ പകയുടെ ആത്മാവിനെ എന്നിൽ നിന്നൊന്ന് ഇറക്കി വിട്ട് ക്ഷമയുടെ ആത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇതിൻ്റെ റിസൾട്ടൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പോകാം. ഈ അബ്രഹാം കളിപ്പിച്ചവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നന്മ ലഭിച്ചത് ആർക്കാ? തലമുറയ്ക്കാ. യെസ്. ലോത്തിൻ്റെ തലമുറയ്ക്ക് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. പക്ഷേ അനുഗ്രഹം ആർക്ക് കിട്ടി? അബ്രഹാമിൻ്റെ തലമുറയ്ക്ക് കിട്ടി. വീണ്ടും ഞാൻ പറഞ്ഞോട്ടെ, തലമുറയുടെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും നിങ്ങളെ കബളിപ്പിച്ചവർക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിയില്ലേ. നമുക്കൊക്കെ ഒത്തിരി അബദ്ധങ്ങൾ പറ്റിക്കാണും. നിങ്ങളെയൊക്കെ കളിപ്പിച്ചവർ, നമ്മളെ എല്ലാവരും, നമ്മളൊക്കെ മനുഷ്യരാ, ഭൂമിയിൽ നമ്മളൊക്കെ ബലഹീനരാ. അത്ര ചിന്തിച്ചെന്ന് പറഞ്ഞാലും എവിടെയൊക്കെയോ ആരൊക്കെയോ നമ്മളെയൊക്കെ കളിപ്പിച്ചിട്ടുണ്ട്. അത് പണമാകാം, മറ്റു പല രീതിയിലാകാം. നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആരൊക്കെയോ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിൽ ആ ദൂത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാമോ? നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ചിന്തിക്കുന്നതിലപ്പുറം അനുഗ്രഹം തലമുറയുടെ മേൽ തരാൻ ദൈവം വിശ്വസനാ. ഇന്ന് പകൽ കർത്താവേ, ഈ എന്നെ കബളിപ്പിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. ഓ ഹല്ലേലൂയ. ഒരു പക്ഷേ പൈസ മേടിച്ചുകൊണ്ട് പോയി നാളെ തരാം, മറ്റന്നാൾ തരാം, 2 മാസമായി 3 മാസമായി, ചില വർഷങ്ങളായി. നമ്മളോട് പറഞ്ഞ് പോട്ടെന്ന് പറഞ്ഞത് കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ, മനസ്സോടൊന്നും പറഞ്ഞതല്ല. ഇനി പൊക്കോട്ടെ, അവൻ കൊണ്ടുപോയി പറഞ്ഞിട്ടില്ലേ? ഇനി അവർ കൊണ്ടുപോട്ടെന്ന്. എനിക്കതിനി മനസ്സോടാണോ ഇത് പറഞ്ഞത്? ഞാൻ ബന്ധുക്കോസുകാരനായതുകൊണ്ട് ഇപ്പം വഴക്കുണ്ടാക്കാൻ പോകാൻ നോക്കുമോ, കേസ് കൊടുക്കാൻ പോകാൻ നോക്കുമോ? അതുകൊണ്ടെന്താ ചെയ്യുക? അത് ക്ഷമയല്ല. അവരെ ഓർത്ത് വെച്ച് പറ, കർത്താവേ, എൻ്റെ പൈസ പോയി, അല്ലെ എൻ്റെ അത് പോയി, ഇത് പോയി, സാരമില്ല, ദൈവം എനിക്ക് തരുമല്ലോ, ആ വ്യക്തി അനുഗ്രഹിക്കണമേ, പ്രാർത്ഥിരെ. യെസ്, ഹല്ലേലൂയ. വചനത്തിൻ്റെ വ്യവസ്ഥ എന്നാണ് ഇനി പറയുന്നത്. തലമുറ അനുഗ്രഹിക്കപ്പെടാനുള്ള മാർഗമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഇപ്രകാരം പ്രാർത്ഥിക്കാൻ ഉള്ള കൃപ എനിക്ക് തരണമേ, ക്ഷമയുടെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തരണമേ. ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് ഞാൻ 1-2 ചിന്തയോടെ നമുക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് എൻ്റെ വാക്ക് ആ ഭാഗത്തുനിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷത്തിലൊന്ന് വന്നിട്ട് അവിടെ യേശു കർത്താവ് ആ സംഭവം പറയുമ്പോൾ വായിച്ച 23-ാം വാക്യത്തിൽ, സ്വർഗരാജ്യം മതി, അവിടെ വായിച്ച് പങ്ക് ശ്രദ്ധിച്ചല്ലോ. കണക്ക് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ 10,000 താലന്ത് കൊടുക്കാനുണ്ട്. വേദപുസ്തകത്തിൽ കമൻറ്റേറ്റേഴ്സ് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. 10,000 താലന്ത് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. വെള്ളിയാണോ പൊന്നാണോ? ചിലരതിന് പറയുന്നത് 10,000 താലന്തിന് 10 കോടി വിലയിട്ട ചില കമൻറ്റേറ്റേഴ്സുണ്ട്. വെള്ളി വിലക്കുറവാണ്, എന്നാൽ പൊന്നിന് ചിലർ വിലയിട്ടപ്പോൾ 100 കോടി വരെ പറയുന്നുണ്ട്. എന്താണേലും ഒരു വലിയ എമൗണ്ടാണ്. ഈ മനുഷ്യൻ വന്നേച്ച് ആ രാജാവിനോട് പറഞ്ഞു, എനിക്ക് ഒരു മാർഗവുമില്ല തിരിച്ചു തരാൻ. ഒന്നോർത്ത് നോക്കണം, 100 കോടി ഒരാൾക്ക് കടം വന്നാൽ രക്ഷപ്പെടാനൊക്കത്തില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും. അതിൽ അപ്പുറമുള്ളവർക്കൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടാം. ഇത്രയും കടം വന്നപ്പോൾ കാല് പിടിച്ചപ്പം അങ്ങേര് പറഞ്ഞു, ശരി, ഞാനിത് ഇളച്ചു തന്നിരിക്കുന്നു. ഇയാൾ ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് പോവുക. പോയപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു, തൻ്റെ നേരെ വരുന്നു. ഇങ്ങേര് എത്ര കടപ്പെട്ടിരിക്കുന്നത്? അവിടെ ഒന്ന് വായിച്ച അടുത്ത വാക്യം. മതി. തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. ഒരു വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്തെ ഒരു ദിവസത്തെ കൂലിയാണ്. ഇനി കുഞ്ഞുങ്ങൾക്കൊരു വർക്ക് തരാം. ഇന്ന് ഒരു ജോലിക്കാരന് 1000 രൂപ കൂലി ഉണ്ടെന്ന് വെച്ചോ. 100 വെള്ളിക്കാശ് എത്ര ഉണ്ട്? ഇന്ത്യൻ മണി പറ. ഒരു ദിവസത്തെ കൂലി 1000, അപ്പം 100 ദിവസത്തെ കൂലി 100 into 1000 അല്ലെ 1000 into 100. യെസ്, കറക്റ്റ്. 1 lakh. 1 ലക്ഷം രൂപ കിട്ടാനുണ്ട് ഒരുത്തൻ്റെ. ഇവൻ്റെ എത്ര ഇളച്ച് കിട്ടിയത്? നമ്മൾ ആ 100 കോടി തന്നെ അങ്ങ് പിടിച്ചു. 100 കോടി ഇളച്ച് കിട്ടി ഫ്രീ ആയിട്ട് വരുന്നവൻ നോക്കിയപ്പം 1 ലക്ഷം ഒരുത്തൻ. ഇവൻ എന്താ ചെയ്യണമായിരുന്നു? എടാ, എൻ്റെ 100 കോടി
അയാൾ ഇളച്ചു തന്നതാ. ഇനി പോട്ടെ, 1,00,000 എന്തോ ചെയ്തേക്കാം. ഈ 100 കോടി അടയ്ക്കാൻ ഇവനെ കൊണ്ട് ഒക്കുമോ? ഒക്കത്തില്ല. എൻ്റെ 100 കോടി ഇളച്ചു തന്നപ്പം ഈ 1,00,000 എന്തോ ചെയ്തേക്കാം. പക്ഷെ ഇവൻ സമ്മതിച്ചില്ല. ഇവനോട് ചെന്ന് പറഞ്ഞു, അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്. പൈസ വയ്ക്കടാന്ന് പറഞ്ഞു. ഇയാൾ കരഞ്ഞു വിളിച്ചു, ഇപ്പം ഇല്ല, ഞാൻ തരാം. ഇല്ല, പറ്റത്തില്ല, തന്നേ പറ്റത്തുള്ളൂ. ഈ വാർത്ത ആരറിഞ്ഞെന്നാണ് പറഞ്ഞത്? നമ്മൾ വായിച്ചതായതുകൊണ്ട് ഞാൻ വീണ്ടും വായിപ്പിക്കുന്നില്ല. രാജാവ് ഈ വാർത്ത അറിഞ്ഞു. ഈ രാജാവ് എന്തോ ചെയ്തു? അവസാന ഭാഗത്തേക്ക് ഒന്നുകൂടി വന്നാട്ടെ. നമ്മൾ അതിൻ്റെ 32-ാം വാക്യം വായിച്ചു. മതി, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ 100 കോടി ഇളച്ചു കൊടുത്ത യജമാനൻ ഇപ്പം കോപിച്ചു. 100 കോടി ഇളച്ചു കൊടുത്തപ്പോൾ ഈ യജമാനൻ്റെ മനസ്സിൻ്റെ ഭാവം എന്ന് പറഞ്ഞ കരുണയാണ്. അവന് നിവൃത്തിയില്ല, അവനെ കൊണ്ടൊക്കത്തില്ല, അവൻ എത്ര അധ്വാനിച്ചാലും, അവനും അവൻ്റെ കുടുംബക്കാരെല്ലാം കൂടെ അധ്വാനിച്ചാലും അവരെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരുണ തോന്നി 100 കോടി ഇളച്ചു കൊടുത്തപ്പോൾ 1,00,000 ഇളച്ചു കൊടുക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ ആ യജമാനൻ്റെ ഭാവം മാറി. യജമാനൻ എന്തോ എന്ന് പറഞ്ഞു? കോപിച്ചു. ഇവനെ തടവിലാക്കി കടം തീർക്കുവോളം ദണ്ണിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിച്ചു. വളരെ ഗൗരവത്തോടെ ആ വാക്ക് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവൻ എന്തോ അനുഭവിക്കുക? കാരണം എന്നാ? ക്ഷമിക്കാത്തതാ. വ്യക്തമായി ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓരോ വചനം കേൾക്കുമ്പോൾ എന്നോടാന്ന് പറഞ്ഞോണം. അത് വേറെ ആരുടെയും നേരെ നിങ്ങൾ വരച്ചുകൊണ്ടല്ലേ. ചില ദണ്ഡനം അനുഭവിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇതിൻ്റെ കാരണം എന്നാ? ഞാൻ എന്തെങ്കിലും ഇളച്ചു കൊടുക്കാനുണ്ടോ? എൻ്റെ എല്ലാം ഇളച്ചു കിട്ടിയതാ കർത്താവേ. എൻ്റെ പാപം ഈ ലോകത്തൊരുത്തർക്കും ക്ഷമിക്കാൻ കഴിയാത്ത അത്ര വലിയ പാപമാണ്. യെസ്, ഹല്ലേലൂയ. എബ്രായലേഖനക്കാരൻ പറയുന്ന വാക്കുണ്ടല്ലോ, പത്രോസിന്റെ ലേഖനത്തിൽ, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തമാണ്. അത് കൊടുത്ത് എൻ്റെ കടം വീട്ടി. എൻ്റെ 100 കോടി യേശു വീട്ടിയെങ്കിൽ 1,00,000 വേണ്ടി എനിക്ക് മറ്റൊരാളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. ഇന്ന് പകൽ ദൈവമക്കളെ, നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ വിളിച്ചത് ദണ്ഡനം അനുഭവിക്കാനല്ല. യെസ്, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ദണ്ഡനം അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എല്ലാമല്ല, ഇതാണോ എന്ന് ദൈവത്തോടൊന്ന് ചോദിക്കുക. എല്ലാത്തിനെയും കയറി വിധി എഴുതരുത്. എല്ലാ ദണ്ഡനവും അതല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ യോബിനെയും അങ്ങനെ വേണേൽ ചിന്തിക്കാമല്ലോ. അല്ല, നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ചിട്ട് പറ, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന ചില ദണ്ഡനം ആർക്കെങ്കിലും ക്ഷമ കൊടുക്കാത്തതാണോ? യെസ്, ഹല്ലേലൂയ. ശാരീരിക, മാനസിക, സാമ്പത്തിക മേഖലകളിൽ അനുഭവിക്കുന്ന ചില ദണ്ഡനങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽ ദൈവത്തോടൊന്ന് ചോദിച്ചു, കർത്താവേ, എൻ്റെ 100 കോടി അങ്ങ് ക്ഷമിച്ചിട്ടും എനിക്ക് ചെറിയൊരു വിഷയത്തിൽ പോലും ഇന്ന വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയാതെ, കർത്താവേ, എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കാനാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? കർത്താവിനോട് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവം നിങ്ങളോട് ക്ഷമിക്കും. ദണ്ഡനത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടും. അടുത്തതാണ് ഏറ്റവും പ്രാധാന്യമുള്ള വാക്യം. ലാസ്റ്റ് വേഴ്സ് വായിച്ചോളൂ. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ, അങ്ങനെയെങ്കിൽ ആ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ ആശയം എന്താ? ഈ 10,000 താലന്റിൻ്റെ കഥയും 100 വെള്ളിക്കാശിൻ്റെ കഥയും ഒന്നും പറയാനല്ല യേശു കർത്താവ് അവിടെ ഈ ഉപമ പറഞ്ഞത്. യേശു പറഞ്ഞതിൻ്റെ കാര്യം എന്നാ? നിങ്ങൾ ക്ഷമിച്ചാലേ എനിക്കും ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. ശിഷ്യന്മാർക്ക് നമുക്കറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും അതേ വചനത്തിൽ അങ്ങോട്ട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഉപമയെ കൂടെ പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി. 100 കോടി ക്ഷമിച്ചെങ്കിൽ നീ 1,00,000 വേണ്ടിയാണ് പിടിക്കുന്നത്. പക്ഷെങ്കിൽ നിൻ്റെ 1,00,000 ക്യാൻസലായി പോകാതിരിക്കാൻ നിനക്ക് കിട്ടിയ 100 കോടി നീ 1,00,000-കാരന് വേണ്ടി കൂടെ ക്ഷമിക്കാൻ തയ്യാറാകുക. കാൽവറിയിൽ എനിക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. ആ വിലയേറിയ രക്തം കൊണ്ട് എൻ്റെ പാപം ക്ഷമിച്ച് എന്നെ വിശുദ്ധനാക്കി വിശുദ്ധന്മാരുടെ പന്തിയിൽ ഇരുത്തിയിരിക്കുന്ന യേശുവിനെ
ഓ ഹല്ലേലൂയ! നന്ദിയോട് സ്തോത്രം ചെയ്യുമ്പോൾ ദൈവമക്കളെ ഓർക്കണം, ചെറിയ വിഷയത്തിൽ എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ ആ വലിയ പാപക്ഷമ നഷ്ടമായി പോകുമല്ലോ. ഹല്ലേലൂയ! നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. കർത്താവേ, എനിക്ക് നിത്യരാജ്യത്ത് എത്തിപ്പെടണം, എനിക്ക് സ്വർഗത്തിലെത്തണം. കർത്താവേ, എൻ്റെ പാപത്തിൻ്റെ കുറ്റം കർത്താവേ അങ്ങ് ക്ഷമിച്ചെങ്കിൽ എന്നോട് ആരെങ്കിലും ചെയ്ത എന്തെങ്കിലും ക്ഷമിക്കാൻ ക്ഷമയുടെ ആത്മാവിനെ എനിക്ക് തരണമേ. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, യേശുവിൻ്റെ സ്വഭാവം എനിക്ക് തരണമേ. കൃപ, ദൈവകൃപ. യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ 2 വാക്കുകൂടെ ഓർപ്പിച്ച് ആ ഭാഗം ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം ഒന്ന് എടുത്താട്ട് 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ആദ്യം ഒന്ന് വായിച്ചേ. മതി. യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പം യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആ അർത്ഥം ശരിക്കും മനസ്സിലായിരുന്നെങ്കിൽ പലരും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കത്തില്ല. എന്തുവാ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്? ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ, അന്ന് വാക്യം ആദ്യം കൊടുന്ന് വായിച്ചേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ. അപ്പം കർത്താവ് എങ്ങനെ ക്ഷമിക്കത്തുള്ളൂ? ഞാൻ ക്ഷമിച്ചതുപോലെ. ഞാൻ 100 തെറ്റ് ചെയ്തു, അല്ലെ എനിക്കെതിരെ ഒരാൾ 100 തെറ്റ് ചെയ്തു, ഞാൻ 50 ക്ഷമിച്ചു. കർത്താവിന് സന്ധി പറഞ്ഞ, കർത്താവേ എൻ്റെ പാപം ക്ഷമിക്കണമേ. കർത്താവ് എന്താ പറയും? ഞാൻ നിൻ്റെ 50 ക്ഷമിക്കാം. കാരണം എന്നാ? നീ ക്ഷമിച്ചത് ഇത്രയേ ഉള്ളൂ. പ്രാർത്ഥനയല്ലേ? ഈ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പലരും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കത്തില്ല. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ, ഞാൻ ക്ഷമിച്ച അളവിലെ ദൈവം എന്നോട് ക്ഷമിക്കത്തുള്ളൂ. കർത്താവിനോട് പറയാം, കർത്താവേ ഞാൻ 100% ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, നിൻ്റെ പാപവും ഞാൻ 100% ക്ഷമിച്ചു. യെസ്, ഹല്ലേലൂയ! വളരെ ഗൗരവത്തോടെ ഓർക്കണം, എൻ്റെ പാപം എൻ്റെ കർത്താവ് ക്ഷമിക്കണമെങ്കിൽ ഞാൻ ക്ഷമിച്ച അളവിന് മാത്രമേ എൻ്റെ പാപം കർത്താവിനോട് ക്ഷമിക്കത്തുള്ളൂ. അതിൻ്റെ 14-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. അടുത്ത എത്ര വ്യക്തമായിട്ടാണ് യേശു കർത്താവ് ഇത് പറഞ്ഞത്. ഓർക്കണം, യേശുവിൻ്റെ വാക്കിന് പ്രാധാന്യമില്ലേ? യേശുവല്ലേ നമ്മളെ രക്ഷിച്ചത്. അങ്ങനെയെങ്കിൽ ഈ വാക്കിൻ്റെ പ്രാധാന്യം ദൈവമക്കളെ മറക്കരുത്. അവിടെ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നിങ്ങൾ മനുഷ്യരോട് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കത്തില്ല. ഈ പകൽ ദൈവമക്കൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ പിഴ, നമുക്ക് തെറ്റ് പറ്റും, നമ്മൾ മനുഷ്യരാ, പൂർണ്ണരല്ല, എനിക്ക് ഒത്തിരി തെറ്റ് പറ്റും. പക്ഷെങ്കിൽ ഇതും കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, നിന്നോട് ചെയ്തത് നീ ക്ഷമിച്ചിട്ടുണ്ടോ? ഇന്നും നീ ആ വാശി വെച്ചുകൊണ്ടിരിക്കുമല്ലേ? ഇന്നും നിൻ്റെ ഉള്ളിൽ ആ പകയില്ലേ? ഈ പകയും വെച്ചുകൊണ്ട് നീ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കങ്ങനെ ക്ഷമിക്കാൻ കഴിയും? കൃപ, ദൈവകൃപ, ഹല്ലേലൂയ! എനിക്ക് ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ്. നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എനിക്ക് ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ, 100% ഏത് വ്യക്തിയോടും, അതെത്രമാത്രം എന്നെ മാനസികമായി തകർത്ത വ്യക്തിയാണെങ്കിലും, എത്രമാത്രം എന്നെ ശാരീരികമായി ഉപദ്രവിച്ച വ്യക്തിയാണെങ്കിലും, കർത്താവേ അവരോട് ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തരണം. കർത്താവേ, ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ഈ വചനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പറയട്ടെ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവും എന്നോട് ക്ഷമിക്കും. യെസ്, ഹല്ലേലൂയ! ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ഈ ശാരീരിക രോഗങ്ങൾക്ക് ഈ ക്ഷമ വളരെ ബാധകമാണ്. നമ്മുടെ ഈ സബ്ജക്റ്റിന് വേണം ഇങ്ങനൊരു ടൈറ്റിൽ കൊടുക്കാം, ക്ഷമിക്കുന്നതും രോഗസൗഖ്യവുമായി ബന്ധമുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പാണെന്നൊരു സംഭവം കൂടെ പറഞ്ഞ് ആ ഭാഗം ക്ലോസ് ചെയ്യാം. ഒരു പെൺകുട്ടി വളരെ മിടുക്കിയായി പഠിച്ചു വന്ന ആ കുട്ടി തൻ്റെ പഠനം കഴിഞ്ഞ് നേഴ്സിംഗ് ഫീൽഡിലേക്ക് താൻ കടന്നുപോയി. നേഴ്സിംഗ് പൂർത്തിയാക്കി താനൊരു ഹോസ്പിറ്റൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷേ കൂടെ കൂടെ കഠിനമായ തലവേദന ആ കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ കണ്ണാടി പലതും മാറി മാറി നോക്കി. എന്താണേലും തലവേദന വിട്ട് മാറുന്നില്ല, പ്രശ്നമാണ്.
ആ സമയത്ത് ആ ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു. ഇതൊരു നടന്ന സംഭവമാണ്, കഥയല്ല, നടന്ന സംഭവമായിട്ട് ഞാൻ അറിഞ്ഞതാണ്. ഈ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് ഈ കുട്ടിക്ക് പേഷ്യൻറ്റിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ഇവരുടെ അയൽവാസിയാണ്. ഈ കുഞ്ഞ് ചെറുതായിരുന്ന കാലത്ത് ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെയാണ് ആ വന്ന ആൾ. അദ്ദേഹവും ഭാര്യയും കൂടെ അവിടെ വന്നു. ഈ വീട്ടുകാർക്ക് എന്നും ഒരു ഉപദ്രവമാണ്. ഈ മോള് കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ പപ്പായെ ആ മനുഷ്യന് ഉപദ്രവിച്ചിട്ടുണ്ട്. കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ആ വേദന വന്നു. എൻ്റെ പപ്പായെ തല്ലിയ ആളാണ്. കാണുമ്പോഴൊക്കെ ചീത്ത വിളിക്കും. ഇദ്ദേഹവും ഭാര്യയും കണ്ടമാനം ഇവരെ ഉപദ്രവിക്കും. ജീവിക്കാൻ മാർഗമില്ലാതെ ആ ദേശം വിട്ട് അവരങ്ങ് പോയി. ഈ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ വേറൊരു ദേശത്ത് പോയി സ്വസ്ഥമായിട്ട് പാർക്കുമ്പോഴും ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ എപ്പോഴും ഈ മനുഷ്യൻ ഓടി വരും. എൻ്റെ പപ്പായെ ഉപദ്രവിച്ച ആളാണ്, എനിക്ക് ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എന്തെങ്കിലും അവസരം കിട്ടിയാൽ ഞാൻ അയക്ക് 2 കൊടുക്കും. ഇത് കുഞ്ഞിൻ്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുക. അങ്ങനെ നിന്ന് ഈ കുഞ്ഞ് പ്രായമായി, ഞാൻ പറഞ്ഞ നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഈ കുടുംബത്തെ കൊണ്ടെത്തിച്ചു. അവർക്ക് ചെറിയൊരു ഡൗട്ട്, ആ ഫാമിലി തന്നെയാണോ. വളരെ സ്നേഹത്തോടെ പരിചരിക്കാൻ ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ദേശം ഏതാ? എന്നിട്ട് പറഞ്ഞ് ഇന്ന വീടാ, അല്ല ഇന്ന നാടാ. അവിടെ വീട്ടുപേരെന്തോ പറയും. അവർ വീട്ടുപേർ പറഞ്ഞപ്പം കൊച്ച് കൺഫേം ചെയ്തു, ഇത് ആ വീട്ടുകാരൻ തന്നെ. ഈ മോളെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കൊച്ചു കുഞ്ഞായിരുന്നു. അത്രയും പ്രായമായപ്പോൾ ആ കുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇവൾ ചെന്നുവെച്ചാൽ നേഴ്സിംഗ് സൂപ്രണ്ടിനോട് പറഞ്ഞു, മാഡം എനിക്ക് ആ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നോക്കത്തില്ല. അവർ പറഞ്ഞു, നിന്നെ അവിടെ ഡ്യൂട്ടിക്ക് ആക്കിയേക്കുക, നീ ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ല, എനിക്ക് പറ്റത്തില്ല. കുഞ്ഞ് പറഞ്ഞൊരു വാചകമുണ്ട്, ഇയാൾക്കെന്തെങ്കിലും മരുന്ന് കുത്തിവെച്ച് രോഗം മൂർച്ഛിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ചു. പക്ഷെങ്കിൽ ഒടുവിൽ മരണപ്പെട്ടാൽ കേസാകുമല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. സെക്കൻഡ് ഡേയിലും ആ സൂപ്രണ്ടിനോട് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല. അവർ പറഞ്ഞു, നിന്നെ ഈ ആഴ്ച അവിടെ ആ വാർഡിൽ അപ്പോയിൻറ്റ് ചെയ്തേക്കാം, നീ ഡ്യൂട്ടി ചെയ്തേ പറ്റത്തുള്ളൂ. മനസ്സില്ലാ മനസ്സോട് നിർബന്ധത്താൽ ആ ജോലി ചെയ്യാൻ തുടങ്ങി. അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോൾ തൻ്റെ ഉള്ളിലേക്ക് ആ പഴയ ചരിത്രങ്ങളൊക്കെ ഓടി വരുന്നു. പപ്പായെ ഉപദ്രവിക്കുന്നു, കാണുമ്പോഴൊക്കെ ഞങ്ങളെ അതിവിധം പറയുന്നു. ആ കുടുംബമാണല്ലോ ഇന്ന് ഇവിടെ വന്ന് കിടക്കുന്നത്. മനസ്സിലാദ്യം ചിന്തിച്ചു, അങ്ങനെ വേണം, ഒരു മാരക രോഗമാണ്, രക്ഷപ്പെടാനുള്ള സാധ്യതകളൊന്നുമില്ല, അയാൾക്ക് അങ്ങനെ വരണം, അവർക്കങ്ങനെ വരണം. ഈ ചിന്തകൾ വന്നപ്പോൾ വളരെ ആത്മീയത ഉള്ളൊരു കുഞ്ഞാണ്, ദൈവത്തെ അറിയുന്നൊരു കുഞ്ഞായതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കണം. എന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ക്രൂശിൽ എന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആ സംഭവത്തിൽ പറയുന്നൊരു കാര്യം ഇതാണ്. ആ കുഞ്ഞിനോട് ദൈവം ചോദിച്ചു, നീ എൻ്റെ മോളാണോ? അവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അതിനെന്താ സംശയം, ഞാൻ അങ്ങയുടെ മോള് തന്നെയാണ്. അപ്പോൾ ദൈവം കൊടുത്ത മറുപടി, നീ എൻ്റെ മോളാണെങ്കിൽ എൻ്റെ സ്വഭാവം കാണിക്കണം. കുറച്ച് പൊട്ടിക്കരഞ്ഞു. കർത്താവേ, ഞാൻ അങ്ങയുടെ മോളാണെന്നും പറഞ്ഞൊക്കെയാണ് നടക്കുന്നത്, പക്ഷെങ്കിൽ അങ്ങയുടെ സ്വഭാവം എന്നിലൂടെ വരുന്നില്ല. ക്ഷമിക്കണം കർത്താവേ, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് ചെന്നപ്പം ഈ കൊച്ച് അവരുടെ അടുക്ക് ചെന്ന് ചോദിച്ചു, എന്നെ മനസ്സിലായോ? ഇല്ല, മോളെവിടാ? പഴയ ചരിത്രം പറഞ്ഞപ്പം ആ മനുഷ്യൻ ഓർമ്മ വന്നു. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞോളൂ, മോളെ നീയാണോ ഇത്ര ഭംഗിയായി ഞങ്ങളെ പരിചരിച്ചത്? ഞാൻ കുഞ്ഞിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ അന്ന് നിൻ്റെ അപ്പനോട് വേണ്ടാത്തൊക്കെ പറഞ്ഞു, ഉപദ്രവിച്ചു, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഈ മോള് അങ്ങേരോട് പറഞ്ഞു, അങ്കിളെ ഞാൻ ഓൾറെഡി ക്ഷമിച്ചു കഴിഞ്ഞു. എൻ്റെ ഉള്ളിൽ യേശുവപ്പച്ചനുണ്ട്. യേശുവപ്പച്ചൻ എന്നോട് പറഞ്ഞു, യേശുവപ്പച്ചൻ്റെ മോളാണെങ്കിൽ അപ്പൻ്റെ സ്വഭാവം കാണിക്കണമെന്ന് പറഞ്ഞു, ഞാനതുകൊണ്ട് ക്ഷമിച്ചു. യെസ്, ഹല്ലേലൂയ. അത്ഭുതമെന്ന് പറയാം. ആ വാർത്ത ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, 2 ദിവസത്തിനകം ഈ കുഞ്ഞിൻ്റെ തലവേദന മാറി. പിന്നീട് തൻ്റെ ആയുസ്സിൽ ആ തലവേദന വന്നിട്ടില്ല. എല്ലാ തലവേദനയും അതാണെന്നല്ല ഞാനീ പറയുന്നത്. നിങ്ങളുടെ ശാരീരിക രോഗങ്ങളെ നോക്കിക്കൊണ്ട് ദൈവമക്കളെ ചില വിഷയങ്ങളൊന്ന് ക്ഷമിക്കാൻ പറ്റുമോ? യെസ്, ഹല്ലേലൂയ. ക്ഷമിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിന് രക്ഷിപ്പാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല.
കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവമക്കളെ, ഞാൻ ചില ചിന്തകളോട് ഓർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ, അവസരം കിട്ടിയാൽ മറ്റൊരവസരത്തിൽ ഇതിൻ്റെ തുടർമാനമായ ചില ചിന്തകൾ നമുക്ക് ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കാം. ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, നമ്മളൊക്കെ പേരെന്താ? ദൈവമക്കളെന്നാ. ഞാൻ ദൈവത്തിൻ്റെ മകനാ, ഞാൻ ദൈവത്തിൻ്റെ മകളാ. ഒന്ന് ദൈവത്തോടൊന്ന് ചോദിച്ച, കർത്താവേ, ഞാൻ അങ്ങയുടെ മകളാ. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നീ മോളാണോ, നീ മോനാണോ? അടുത്ത ചോദ്യം കൂടെ ഒന്ന് ആവർത്തിച്ചോട്ടെ. അങ്ങനെയെങ്കിൽ അപ്പൻ്റെ സ്വഭാവം കാണിക്കണ്ടേ? കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് അതിന് ആഗ്രഹമുണ്ട്? എൻ്റെ അപ്പൻ്റെ സ്വഭാവം എന്നിലൂടെ വെളിപ്പെടണം. എൻ്റെ യേശു ക്രൂശിൽ അത് വെളിപ്പെടുത്തിയപ്പോൾ, ഓ ഹല്ലേലൂയ, ആ ക്രൂശിൻ്റെ ചുവട്ടിൽ പോലും 2 പേരുടെ മാനസാന്തരത്തിന് ആ ക്ഷമയൊരു മുഖാന്തരമായെങ്കിൽ, ഇന്ന് പകൽ കർത്താവേ, ഞാൻ മനഃപൂർവ്വമായി ക്ഷമിക്കുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കയറി വരുമ്പോൾ, ഒരുപക്ഷെ തകട്ടി കയറി വരുമ്പോൾ, ആ വ്യക്തിയെ കാണുമ്പോൾ, ഓർക്കുമ്പോൾ എന്തൊക്കെയോ നിങ്ങളെ അലട്ടുന്നെങ്കിൽ, ഇന്ന് പകൽ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറ, കർത്താവേ, ആ ക്ഷമയുടെ ആത്മാവിനെ എൻ്റെ ഉള്ളിലൊന്ന് താ കർത്താവേ. പകയുടെയും വിദ്വേഷത്തിൻ്റെയും കോപത്തിൻ്റെയും കർത്താവേ, ആത്മാവിനെ എനിക്ക് വേണ്ട കർത്താവേ. ആ ജഡത്തിൻ്റെ പ്രവൃത്തികളൊന്നും എനിക്ക് വേണ്ട കർത്താവേ. എൻ്റെ ഉള്ളിലേക്ക് ആ ക്ഷമയുടെ ആത്മാവിനെ ഒന്ന് താ കർത്താവേ. ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചാട്ട്, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ വ്യക്തിപരമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളെ വിഷമിപ്പിച്ച ആരെങ്കിലുമൊക്കെ കാണും, ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ കാണും. ഇന്ന് പകൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, അതിന്മേലൊരു മോചനം എനിക്ക് ആവശ്യമുണ്ട്. ഓ ഹല്ലേലൂയ. പലപ്പോഴും മനസ്സിന് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ പൊട്ടിത്തെറിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിതം പോകുന്നതെങ്കിൽ കാരണം ഇത്രയേ ഉള്ളൂ, എവിടെയോ ക്ഷമിക്കാനുണ്ട്. യെസ്, ഹല്ലേലൂയ. ഏതെങ്കിലും ശാരീരിക രോഗങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞോട്ടെ, എവിടെയൊക്കെയോ ആരോടൊക്കെയോ ക്ഷമിക്കാനുണ്ട്. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, ഇന്ന് പകൽ എന്നെ ഒരു മോചിതനാക്കി എവിടെ നിന്ന് വിടാവുള്ളൂ. കൃപ, ദൈവകൃപ. ആരും മൗനമായിരിക്കുക. അതല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. യെസ്, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരു ദോഷവും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് ദോഷം ചെയ്ത് ആരൊക്കെയോ കാണും. യെസ്, ഹല്ലേലൂയ. ദൈവമക്കളെ, തിരിച്ച് ചിന്തിക്കല്ലോ. ചിലപ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ വന്ന് കാണും, പാസ്റ്ററെ, ചിലതൊക്കെ മറക്കാൻ ആഗ്രഹിച്ചു, ഇപ്പോൾ അത് ഓർപ്പിച്ചുകൊണ്ട് വരികയാണോ? ഓർപ്പിച്ചത് ദൈവമക്കളെ അത് പുറത്ത് കളയാനാ. ഓ ഹല്ലേലൂയ. വീണ്ടും ഓർപ്പിച്ച് നിങ്ങളെ വേദനിപ്പിക്കാനല്ല, ചില വിഷയങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാമെങ്കിൽ, ഓ കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന്, സംഘർഷങ്ങളിൽ നിന്ന്, സ്വസ്ഥതയില്ലാത്ത അനുഭവത്തിൽ നിന്ന്, വെറുതെ ഇരിക്കുമ്പോൾ പോലും വേണ്ടാത്ത ചിന്തകളെ കൊണ്ട് പിശാച് നിങ്ങളെ ഏതൊക്കെയോ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് പകൽ പ്രാർത്ഥിച്ചാട്, കർത്താവേ, എൻ്റെ മനസ്സിനൊരു ആരോഗ്യം തരണമേ. യെസ്, ഹല്ലേലൂയ. എൻ്റെ മനസ്സിന് സമാധാനം നൽകണം കർത്താവേ. എൻ്റെ മനസ്സിന് സ്വസ്ഥത നൽകണം കർത്താവേ. എൻ്റെ ശരീരത്തിൻ്റെ ചില രോഗങ്ങളുടെ പോലും കാരണം ഇതാണെന്ന് കർത്താവേ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ കർത്താവേ, അതിന്മേൽ എനിക്കൊരു പരിഹാരം തരണമേ. ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. ദൈവകരമ കേൾപ്പിച്ചുകൊണ്ട് ക്ഷമയ്ക്കായിട്ട് യാചിച്ചാട്ടെ. യെസ്, ഹല്ലേലൂയ. എനിക്ക് ഇളച്ചു കിട്ടിയത് 10,000 താലന്ത. എണ്ണിത്തീർക്കാൻ കഴിയാത്ത വലിയൊരു സംഖ്യ എൻ്റെ കർത്താവ് എൻ്റെ പാപം ക്ഷമിച്ച് എന്നെ തൻ്റെ മകനാക്കി, മകളാക്കിയെങ്കിൽ, ചെറിയ വിഷയത്തിൽ ക്ഷമിക്കാൻ കഴിയാതെ ഞാൻ ഇന്നും വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ട് നടക്കുന്നെങ്കിൽ എൻ്റെ പാപക്ഷമ കാൻസലാകും. മറക്കരുത്, ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ അകപ്പെടും. നിത്യരാജ്യം പോലും എനിക്ക് നഷ്ടമാകും. യെസ്, ഹല്ലേലൂയ. ഞാൻ ആ വാക്കൊന്നിരുന്ന് പറഞ്ഞോട്ടെ. പകയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനൊക്കത്തില്ല, വൈരാഗ്യവും കൊണ്ട് സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. അതിനു പറ്റിയ സ്ഥലമല്ല സ്വർഗം. പകയും വൈരാഗ്യമുള്ളവർക്ക് പോകാൻ മറ്റൊരു സ്ഥലമുണ്ട്. ഇന്ന് പകൽ പറഞ്ഞാട്ട്, കർത്താവേ, എനിക്ക് നിത്യതയിൽ പോകണം. യേശുവേ, അങ്ങയോടൊപ്പം എനിക്ക് പാർക്കണം കർത്താവേ. എൻ്റെ ജീവിതം അങ്ങയോടൊപ്പം ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവേ. 70 വട്ടം ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. അതിനുവേണ്ടി എന്നെ ഇതാ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
അല്പസമയം നിങ്ങൾ സ്വയം പ്രാർത്ഥിച്ചാട്ടെ. ഉറക്കെ പ്രാർത്ഥിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ചലിച്ചുകൊണ്ടിരിക്കുക, വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക, ഉള്ളങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. നിങ്ങൾ കണ്ണടച്ച് ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ഇരുളിൻ്റെ മേഖലകൾ മാറിപ്പോകട്ടെ, വെളിച്ചം വീശട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. ക്ഷമയുടെ ആത്മാവിനാൽ കർത്താവെ എന്നെ ഒന്ന് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. പ്രാർത്ഥിച്ചാട്ട് ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവെ, പക ഏതോ ഹൃദയത്തിൻ്റെ കോണിൽ കടപ്പുണ്ട്, അതേതൊക്കെയോ സമയത്ത് പൊങ്ങി വരുന്നുണ്ട്. കർത്താവെ, എന്തൊക്കെയോ വൈരാഗ്യം, വാശി, ഇതൊക്കെ കർത്താവെ എവിടെയൊക്കെയോ പൊങ്ങി വരുന്നുണ്ട്. കർത്താവെ, ക്ഷമിക്കാൻ കഴിയാത്തത് എന്തൊക്കെയോ എൻ്റെ ഉള്ളിലുണ്ട്. കർത്താവെ, ഞാൻ ക്ഷമിക്കാതിരുന്നാൽ എന്നോട് അങ്ങ് ക്ഷമിക്കാതിരിക്കുമല്ലോ. യെസ്, ഹല്ലേലൂയ. ലോകത്തിൽ ആര് ക്ഷമിച്ചില്ലെങ്കിലും എൻ്റെ കർത്താവ് ക്ഷമിക്കാതിരുന്നാൽ അതിൽ ഭയങ്കരമായതൊന്നുമില്ല. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവവരമൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് അല്പസമയം വാ തുറന്ന് പറഞ്ഞാട്ട്, കർത്താവെ, ആ ഇരുളിൻ്റെ അംശങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടു മാറട്ടെ. കൃപ, ദൈവകൃപ, 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 ദൈവകൃപ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കട്ടെ. ആ ഇരുള് മാറട്ടെ, പക മാറട്ടെ, ചില ദേഷ്യം മാറട്ടെ, ചില കോപം മാറട്ടെ, ചില കയ്പ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വിട്ടുമാറട്ടെ. കൃപ വ്യാപരിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കുന്നു. ചില കയ്പിൻ്റെ വേരുകൾ ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. കയ്പുള്ള വേര് മുളച്ചാൽ അത് വൃക്ഷമായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അത് പറിച്ചു മാറ്റാൻ പാടാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞപ്പോൾ തന്നെ ആ വേരോട് അതിനെ പിഴുതെറിയുവാനുള്ള കൃപ, ആത്മശക്തി പ്രാപിക്കുവാൻ ദൈവകരങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവേ, ഞങ്ങളങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. ഇന്ന് പകൽ കർത്താവെ അതിനുള്ളൊരു മുഖാന്തരമാക്കി ഈ കൂടിവരവിനെ അവിടുന്ന് തീർത്താനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് നിത്യരാജ്യത്ത് പോകണം. കർത്താവെ, ഞങ്ങളുടെ ലക്ഷ്യം ഇവിടമല്ല. കർത്താവെ, ഇവിടുത്തെ ചില നേട്ടമല്ല, ഇവിടുത്തെ ചിലരോടുള്ള വാശി വെച്ചുകൊണ്ടിരിക്കാനുള്ള ജീവിതമല്ല ദൈവം ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾക്ക് നിത്യരാജ്യത്ത് എത്തിച്ചേരണം. കർത്താവെ, അതിന് തടസ്സമായ പക, കയ്പൊക്കെ കർത്താവെ ഇന്ന് പകൽ വേരോട് പറഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ക്ഷമയുടെ ആത്മാവിനാൽ ദൈവസഭ നിറയട്ടെ. കർത്താവെ, കുടുംബങ്ങൾ നിറയട്ടെ. ഭർത്താവിനോട്, ഭാര്യയോട് കർത്താവെ കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന, ക്ഷമിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഈ കൂട്ടായ്മയുടെ നടുവിൽ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ കർത്താവെ, സഹോദരങ്ങളോട് വെച്ചുകൊണ്ടിരിക്കുന്ന ചില പകകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വിട്ടുമാറട്ടെ. അയൽവാസികളോട് സ്നേഹിക്കാൻ കഴിയാതെ, ക്ഷമിക്കാൻ കഴിയാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ചില പകകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വിട്ടുമാറട്ടെ.